ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യർ പറയുന്ന ഓരോ വ്യർത്ഥ വാക്കിനും വിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും. മത്തായി 12:36. നോഹയെക്കുറിച്ച് ഇങ്ങനെ ഒരു കഥ കേട്ടിട്ടുണ്ട്. നോഹ പെട്ടകമൊക്കെ ഉണ്ടാക്കി മൃഗങ്ങളെ ഓരോന്നിനെയായി ആ പെട്ടകത്തിലേക്ക് കയറ്റുകയാണ്. ആനയുണ്ട്, ജിറാഫുണ്ട്, കുതിരയുണ്ട്, കുരങ്ങനുണ്ട്, അങ്ങനെ എല്ലാത്തരം ജീവികളെയും അദ്ദേഹം ഈ പെട്ടകത്തിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാത്തിനെയും കയറ്റി അവസാനം 2 കഴുതകളെ കയറ്റാൻ തുടങ്ങുകയാണ്. എന്ത് ചെയ്തിട്ടും ഈ കഴുതകൾ ഈ പെട്ടകത്തിൻ്റെ ഉള്ളിലേക്ക് കയറുന്നില്ല. നോഹ കഴുതയുടെ പുറകിൽ നിന്ന് തള്ളി മുമ്പിൽ നിന്ന് വലിച്ചു. എന്ത് ചെയ്തിട്ടും കഴുത അവിടെ തന്നെ നിൽക്കുകയല്ലാതെ ഉള്ളിലേക്ക് കയറുന്നില്ല. സഹികെട്ട് ദേഷ്യം വന്ന നോഹ പറഞ്ഞു, എൻ്റെ പിശാചെ, ഒന്ന് നീ ഉള്ളിലേക്ക് കയറൂ. അങ്ങനെ കഠിന പ്രയത്നത്തിലൂടെ നോഹ ഈ കഴുതകളെ ഉള്ളിൽ കയറ്റി. പെട്ടകം അടച്ച് യാത്ര തുടങ്ങുന്നതിന് മുൻപ് നോഹ ഈ പെട്ടകത്തിനുള്ളിലൂടെ ഒന്ന് നടന്നു. അപ്പോൾ അവിടെ ഒരു പിശാചിരിക്കുന്നത് കണ്ടു. നോഹ ചോദിച്ചു, നീ എങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കയറി? അപ്പോൾ പിശാചി പറഞ്ഞു, നീയല്ലേ എൻ്റെ അടുത്ത് ഇതിൻ്റെ ഉള്ളിൽ കയറാൻ പറഞ്ഞത്? ഗെറ്റ് ഇൻ ടു ഡെവിൾ എന്ന് നീയല്ലേ പറഞ്ഞത്? ഈ നോമ്പുകാലത്ത് നമ്മുടെയൊക്കെ നാവിനെ നിയന്ത്രിക്കുന്നത് വളരെയേറെ നല്ലതാണ്. ദേഷ്യം കൊണ്ടൊക്കെ അറിയാതെ നാം പറഞ്ഞു പോകുന്ന വാക്കുകൾക്ക് ദൂരവ്യാപകമായ ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ കഴിയും എന്നാണ് ഈ കഥ സൂചിപ്പിക്കുക. അതുകൊണ്ട് ഈ നോമ്പുകാലത്ത് നമ്മുടെ വാക്കുകളെ നിയന്ത്രിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. സുഭാഷിതങ്ങൾ 18:21 ഇങ്ങനെ പറയുന്നു, ജീവനെ പുലർത്തുവാനും നശിപ്പിക്കുവാനും നാവിന് കഴിയും. ജീവൻ കൊടുക്കുന്ന, മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്ന, നന്മ പറയുന്ന വ്യക്തികളായി ഈ നോമ്പുകാലത്ത് നമുക്ക് മാറാം. അതിന് ദൈവത്തിൻ്റെ സഹായം നമുക്ക് യാചിക്കാം.